ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ വാട്സപ്പിലൊരു അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പിലൊരു സെറ്റിങ്സ് ഉണ്ട്, അത് ചെയ്യുക. അതായത് വാട്സപ്പിൽ നമ്മളൊരു പ്രൈവസി സെറ്റിങ്സാണ് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഒരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ നമ്മളെ ഫിംഗറോ അല്ലെങ്കിൽ ഒരു പാസ്വേഡ് ഇട്ടിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള ആളുകൾ നമ്മളെ ഫോണ് എടുത്ത് കഴിഞ്ഞ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് അത് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് നല്ലൊരു സംഭവമല്ല സെറ്റിങ്സ്. അപ്പോൾ അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വാട്സപ്പിൻ്റെ ആ സെറ്റിങ്സ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. വാട്സപ്പിൽ നമ്മൾ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ആക്കുക. ഈ 3 ഡോട്ടിൽ തൊടുക, സെറ്റിങ്സിൽ. ഓക്കെ, സെറ്റിങ്സ് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പ്രൈവസിയാണ്. അപ്പോൾ പ്രൈവസിയിൽ തൊടുക. തൊട്ട് കഴിഞ്ഞ് നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് പ്രൈവസി ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്, അതിൽ തൊടുക. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിലെന്ത് ചെയ്യുക, അതിൽ ചൂസ് ഹു കോണ്ടാക്ട് യു, കൺട്രോൾ യുവർ പേഴ്സണൽ ഇൻഫോ, ആഡ് മോർ പ്രൈവസി യുവർ ചാറ്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരും. അപ്പോൾ ആഡ് മോർ പ്രൊട്ടക്ഷൻ ടു യുവർ അക്കൗണ്ട് എന്നുള്ളൊരു ഇതുണ്ടാവും, അതിൽ തൊടുക. അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ 2 സംഭവമാണ്. ഇപ്പോൾ ആപ്പ് ലോക്ക്, അതായത് റിക്വയർ എ ഫിംഗർ പ്രിൻറ്റ് ഓർ ഫേസ് ടു ഓപ്പൺ വാട്സപ്പ് ഓൺ യുവർ ഡിവൈസ്. അപ്പോൾ അത് ജസ്റ്റ് തൊടുക. തൊട്ട് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഓണാക്കുക. അപ്പോൾ നമുക്ക് കൺഫേം ബയോമെട്രിക് എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫിംഗർ ജസ്റ്റ് ഇതാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ ഫിംഗർ ഇല്ലാതെ ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊരു സെക്യൂരിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ ഫിംഗർ ഉണ്ടെങ്കിൽ മാത്രമേ വാട്സപ്പ്, ഇതൊരു സംഭവം. നേരെ താഴെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ നമുക്ക് പിന്ന് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. ഞാൻ ഓൾറെഡി എൻ്റെ ഇതിൽ പിന്ന് എൻ്റർ ചെയ്താൽ, അപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പിന്ന്. അപ്പോൾ ഇത് ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടേൺ ഓഫ് എന്നില്ല, തൊട്ട് താഴെ കണ്ടോ, ടേൺ ഓഫ് ചെയ്താൽ മതി. പിന്നെ ചേഞ്ച് പിന്ന്, ഞാൻ ഓൾറെഡി പിന്ന് ചെയ്തതാണ്. ഓക്കെ, ഇത് ടേൺ ഓഫ് ചെയ്യണമെങ്കിൽ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ടേൺ ഓഫായി. ഇനി ഒരു ടേൺ ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേൺ ഓൺ ചെയ്യാം. നമുക്ക് ഇഷ്ടാനുസരണം 1 2 3 അത് 6 ഡിജിറ്റ് പിന്നടിക്കുക. പിന്നടിച്ചിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷന്, അതായത് 2 സെക്യൂരിറ്റി പിന്ന്, ഒന്ന് നമ്മളെ ബയോമെട്രിക്, ഒന്ന് ഈ പിന്ന്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് 1 2 3 1 2 3 ഇതൊരു സെക്യൂരിറ്റി പിന്ന് അടിച്ചിട്ട് വീണ്ടും കൺഫേം യുവർ പിന്ന് അടിച്ചു, സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിൻ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിയിൽ ഇത് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 2 സംഭവങ്ങൾ. ഇത് ചെയ്യാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ചെയ്യുക. അപ്പോൾ വാട്സപ്പ് നമുക്ക് കുറച്ചും കൂടി പ്രൈവസി ആയിട്ട് നമ്മളെ പേഴ്സണൽ, കാരണം പല ആളുകളും നമ്മളെ ഇതാവുകയുള്ളൂ, ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു അപ്രൂവൽ ഇല്ലാതെ വേറൊരാളുകൾക്ക് നമ്മളെ വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.